വളരെ രുചിയും പോഷക സമൃദ്ധവും വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ വയൽച്ചീര വാട്ടർ സ്പിനാച്ച് കൊണ്ടാണ് ഇന്ന് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുന്നത്. മുട്ടയും ഈ വയൽച്ചീര ഇലയും ചേർത്തുണ്ടാക്കുന്ന ഈ കൂട്ടിൽ രണ്ടും ചേരുന്നത് കൊണ്ട് തന്നെ ഇരുമ്പും പ്രോട്ടീനും വളരെയധികം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്കുണ്ടാക്കാം വയൽച്ചീര കൊണ്ടൊരു ഇലക്കറി. മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട ഈ ഇലയുടെ പേര് ചോദിച്ചു. ഞാനിത് ആദ്യം കാണുന്നത് കുൽമി. നന്നായി കഴുകി ഒലുമ്പിയെടുത്തു. ചെറുതാക്കി അരിഞ്ഞെടുക്കണം. രണ്ടു ഭാഗം ഒന്ന് അടുക്കി കൂട്ടിപ്പിടിച്ച് ചെറുതാക്കി അരിയുക. അധികം മൂക്കാത്ത തണ്ടാണ്, സോഫ്റ്റും ആയിരിക്കും. അകം പൊള്ളയായ തണ്ടാണ്. ഈ വയൽച്ചീരക്ക് പല പേരുകളുണ്ട്. കൊൽമി സാഗ്, നാരിക്ക സാഗ്, കർമി സാഗ്, കളമ്പി ബാജി, കങ്കോങ്, വെള്ളച്ചീര എന്നെല്ലാം പേരുകളുണ്ട്. ഇന്ത്യയിൽ പശ്ചിമ ബംഗാൾ, ഒറീസ, ഛത്തീസ്ഗഡ്, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. മണിപ്പൂരിലെ കൊല്ലമണി എന്ന പേരിൽ ഇത് തടാകങ്ങളിലും കുളങ്ങളിലും കാട്ടുചെടിയായി വളരുന്നു. ഈ ചെടി ജലാശയങ്ങൾക്ക് സമീപവും ഈർപ്പമുള്ള മണ്ണിലും വളരെ എളുപ്പത്തിൽ വളരുന്നുണ്ട്. ചതുപ്പ് നിലങ്ങളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഈ ഇലയ്ക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഇത് പ്രമേഹ നിയന്ത്രണത്തിന് ഗുണകരമാകാം. ചെറിയ ഉള്ളി ഒരു 8-10 തൊലി കളഞ്ഞത്, ചീനമുളകോ പച്ചമുളകോ 2 എണ്ണം, വലിയ ഒരു ഉള്ളി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അല്ലി, കുരുമുളക് 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഒന്ന് ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം. ഈ കൽമി സാഗിൽ ഭക്ഷണനാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ദഹനത്തിന് ഗുണകരമാണ്. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇത് നമുക്ക് വഴറ്റാനുള്ളതാണ്. 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളകും ഇട്ട് നല്ല പോലെ ഒന്ന് കലക്കി വയ്ക്കുക. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, മുട്ടയൊഴിച്ച് മുട്ട പാകമാകുന്നതിന് മുമ്പ് അല്പം ദ്രാവകാവസ്ഥയിൽ അത് മാറ്റി വെക്കണം. ഇത്ര വേവായാൽ മതി. ഇത് നമ്മൾ ചീര വേവായതിനു ശേഷമേ ചേർക്കൂ. വീണ്ടും ബാക്കിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച ഉള്ളിക്കൂട്ടുകൾ ഇടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു, പച്ചമുളകും വലിയ ഉള്ളിയും എല്ലാം അരിഞ്ഞതിടാം. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ബാക്കിയുള്ള എല്ലാ ഉള്ളികളും ഇട്ടു, ഉപ്പിട്ടു, കുരുമുളകും കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വാട്ടർ സ്പിനാച്ച് ഇടാം. നല്ല പോലെ ഇളക്കി മറിച്ച് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കി മറിച്ച് ഇതിപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. ചിക്കി വെച്ച മുട്ടയില്ലേ, അത് ചേർത്ത് നല്ല പോലെ ഇളക്കുക. എല്ലായിടത്തും ചെല്ലട്ടെ. മുട്ടയൊന്ന് പൊടിഞ്ഞും വരും. ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. ഇപ്പോൾ ഒന്ന് ആവി കയറി വേവായിട്ടുണ്ടാകും. ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ മണം കുറഞ്ഞു കിട്ടും. മുട്ടയും വയൽച്ചീരയും ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് പ്രോട്ടീനും ഇരുമ്പും ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ ഇരുമ്പിൻ്റെ ആഗിരണം കൂട്ടാൻ സഹായിക്കും. ഇതിൻ്റെ മുഴുവൻ വീഡിയോയും 1000 ലീഫ് നാച്ചുറൽസിലുണ്ട്. അടുത്ത ഇലക്കറിയുമായി വീണ്ടും കാണാം.